നമസ്കാരം. സിന്ധു നദീജലം നൽകിയില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും ആണവശേഷിയിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ബഹുദൂരം മുന്നിലാണ്. അതിർത്തി കടക്കാതെ പാകിസ്ഥാൻ മുഴുവൻ ചാമ്പലാക്കാനുള്ള ആണവശേഷിയും മിസൈലുകളും ഇന്ത്യക്കുണ്ട്. വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമാണെന്നും പാകിസ്ഥാൻ ആണവരാഷ്ട്രമാണെന്ന കാര്യം മറക്കരുതെന്നുമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പറഞ്ഞത്. 9 ഔദ്യോഗിക അനൌദ്യോഗിക ആണവ ശക്തികൾക്കായി പ്രവർത്തനക്ഷമമായ 9576 ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. 1,35,000 ഹിരോഷിമ ബോംബുകളേക്കാൾ ശക്തിയുള്ള വിനാശകാരികളാണ് ഈ ആയുധ ശേഖരം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യം റഷ്യയാണ്. 5889 എണ്ണം. സോവിയറ്റ് യൂണിയൻ നിലവിലുണ്ടായിരുന്നപ്പോൾ 40,000-ലേറെ ആണവായുധങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് കണക്ക്. ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാൾ ആണവായുധങ്ങളുണ്ട്. പുറത്തുവരുന്ന കണക്ക് പ്രകാരം ഇന്ത്യക്ക് 172 ആണവായുധങ്ങളാണ് ഉള്ളത് എന്നാണെങ്കിലും യഥാർത്ഥ കണക്ക് ഇതിലേറെ ഉണ്ടാവും. പാകിസ്ഥാന് 150ഓളം ആണവായുധങ്ങൾ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഇത്രയും ഉണ്ടാവാനിടയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ ആണവായുധ ശേഖരം പ്രധാനമായും പാകിസ്ഥാനെയും ചൈനയെയും ലക്ഷ്യമിട്ടുള്ളതാണ്. ആണവ പോർമുനകളുടെ കാര്യത്തിലും ഇന്ത്യയാണ് ബഹുദൂരം മുന്നിൽ. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ, വായുവിൽ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ ആണവ പോർമുനകളുടെ വമ്പൻ ശേഖരമാണ് ഇന്ത്യക്കുള്ളത്. ആണവ റിയാക്ടറിൽ പ്രവർത്തിക്കുകയും ആണവ മിസൈലുകൾ വഹിക്കുകയും ചെയ്യുന്ന രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി INS അരിഖാദ് അടുത്തിടെ കമ്മീഷൻ ചെയ്തിരുന്നു. ശത്രുവിന്റെ ഘാതകൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇന്ത്യയുടെ ആദ്യ ആണവായുധ അന്തർവാഹിനി INS അരിഹന്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇത്. ഇതിലെ മിസൈലുകൾക്ക് 750 കിലോമീറ്റർ പ്രഹരപരിധിയുണ്ട്. അതിനാൽ കടലിനടിയിൽ നിന്ന് പാകിസ്ഥാനിലാകെ ആക്രമണം നടത്താൻ ഇന്ത്യക്ക് നിഷ്പ്രയാസം കഴിയും. കരയിലും ആകാശത്തും ആണവ മിസൈൽ ശേഷിയുള്ള ഇന്ത്യക്ക് അരിഹന്തും അരിഖാദും കടലിലും അതേ കരുത്തേകുന്നതാണ്. അരിഖാദിൽ നിന്ന് 3500 കിലോമീറ്റർ റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈൽ അടുത്തിടെ പരീക്ഷിച്ചിരുന്നു. ഇന്ത്യയുടെ ആണവശേഷിയുടെ യഥാർത്ഥ കണക്കുകൾ ലോകത്തിന് ഇപ്പോഴും അജ്ഞാതമാണ്. ഇന്ത്യ വൻ ആണവശക്തിയാണെന്നും 1000-ലേറെ ആണവ ആയുധങ്ങളും മിസൈലുകളും ഉള്ളതുമായാണ് പാകിസ്ഥാൻ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇസ്ലാമാബാദ് സ്ട്രാറ്റജിക് സ്റ്റഡീസിന്റെ നിരീക്ഷണം. 492 ആണവ ബോംബുകൾ അതിവേഗത്തിൽ നിർമ്മിക്കാനുള്ള സാങ്കേതിക ശേഷി ഇന്ത്യക്കുണ്ടെന്നും പാകിസ്ഥാൻ വിലയിരുത്തുന്നു. 1974 മെയ് 18 രാവിലെ 8:05 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം. രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ പൊഖ്രാനിലായിരുന്നു ലോകത്തെ ഞെട്ടിച്ച ആ പരീക്ഷണം. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ സ്ഥിര അംഗമല്ലാത്ത ഒരു രാജ്യം നടത്തിയ ആദ്യത്തെ ആണവ പരീക്ഷണം എന്ന പ്രത്യേകതയും ഈ പരീക്ഷണത്തിനുണ്ട്. അന്ന് പരീക്ഷിച്ച ബോംബിന്റെ പ്രഹരശേഷി 8 മുതൽ 12 വരെ കിലോ ടൺ ആയിരുന്നു. 1998 ഇന്ത്യ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തി. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അപ്പോഴത്തെ പ്രധാനമന്ത്രി. ഓപ്പറേഷൻ ശക്തി എന്ന ആ പരീക്ഷണവും പൊഖ്രാനിൽ വെച്ചാണ് നടത്തിയത്. അമേരിക്കയുടെ ചാരക്കണ്ണുകളെ പോലും കബളിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പരീക്ഷണങ്ങൾ ഇന്ത്യ നടത്തിയത്. ഇന്ത്യ ലോകത്തെ 6ാമത്തെ ആണവ ശക്തിയാണ്. ആണവശേഷി പരിഗണിച്ചില്ലെങ്കിലും ഇന്ത്യയുമായി യുദ്ധം ചെയ്ത് ജയിക്കാൻ പാകിസ്ഥാന് കഴിയില്ല. 300 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗ്രൗണ്ട് അറ്റാക്ക് മിസൈലുകളുള്ള റഫാൽ പോർ വിമാനങ്ങളും നിശബ്ദമായി ഏത് ഭൂപ്രദേശത്തും പറന്നിറങ്ങാൻ ശേഷിയുള്ള പ്രഡേറ്റർ ഡ്രോണുകളും അതിശക്തമായ കരസേനയുമൊക്കെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി. ലോകത്തെ സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. പാകിസ്ഥാൻ 12ാം സ്ഥാനത്താണ്. ഇന്ത്യക്ക് 14 ലക്ഷത്തിലധികം സജീവ സൈനികരും 11 ലക്ഷത്തിലധികം റിസർവ് സൈനികരുമുണ്ട്. ഇതിനു പുറമെ 25 ലക്ഷത്തിലധികം അർദ്ധ സൈനിക വിഭാഗങ്ങളും രാജ്യത്തിനുണ്ട്. പാകിസ്ഥാൻ ആകട്ടെ 6.5 ലക്ഷം സജീവ സൈനികരും 5 ലക്ഷത്തോളം അർദ്ധ സൈനികരുമാണ് ഉള്ളത്. ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളിൽ വിന്യസിക്കും. അതോടെ വ്യോമകരുത്ത് അതിശക്തമാവും. 293 യുദ്ധക്കപ്പലുകളുമായി ഇന്ത്യൻ നാവികസേന അതിശക്തമാണ്. 30-ലധികം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വഹിക്കാൻ ശേഷിയുള്ള INS വിക്രമാദിത്യ, INS വിക്രാന്ത് എന്നീ 2 വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യയുടെ അഭിമാനമാണ്. 18 അന്തർവാഹിനികളും ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാന് 8 അന്തർവാഹിനികൾ മാത്രം. പാകിസ്ഥാന് ഡിസ്ട്രോയറുകളോ വിമാനവാഹിനി കപ്പലുകളോ ഇല്ല. അതിനാൽ കടലിൽ ഇന്ത്യ തന്നെയാണ് അതിശക്തർ.